ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷാനിയ തെരേസ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി സംഭവം പറഞ്ഞു തരാനാണ്. കൂട്ടുകാരെ, നമുക്കെല്ലാവർക്കും വീഡിയോ ഗെയിം കളിക്കാൻ വളരെയധികം ഇഷ്ടമല്ലേ? ആണല്ലോ. പക്ഷേ കാഡിസം പഠിക്കാനാണെങ്കിലോ വീഡിയോ ഗെയിമിന് അത്രയും ഇഷ്ടം വരാറുണ്ടോ? പക്ഷെ സാരമില്ല, ഇക്കാര്യത്തിനൊരു സൊല്യൂഷനുമായിട്ടാണ് നമ്മുടെ ക്ലരീഷൻ സഭയിലെ അച്ഛന്മാര് വന്നിരിക്കുന്നത്. നമുക്കിപ്പോ ഒരു വീഡിയോ ഗെയിം അതിലൂടെ നമുക്ക് ബൈബിൾ പഠിക്കുവാനും കാറ്റിസം പഠിക്കുവാനും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വേയിൽ പഠിപ്പിക്കാനായിട്ട് നമുക്കൊരു വീഡിയോ ഗെയിം ഒരുക്കിയിട്ടുണ്ട്. ഇക്കാര്യത്തെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയുവാനായി നമുക്ക് ബാംഗ്ലൂരിലെ ക്ലരീഷൻ സഭയിലെ പ്രൊവിൻഷ്യലായ നമ്മുടെ സാബു അച്ഛനെയും പിന്നെ നമുക്ക് കിടുക്കൻ ഐഡിയയും കൊണ്ടുവന്ന നമ്മുടെ ബിബിൻ അച്ഛനെയും വേദിയിലേക്ക് ക്ഷണിക്കാം. വെൽക്കം ഡിയർ ഫാദേഴ്സ്. അച്ഛാ, ഞങ്ങള് വീഡിയോ ഗെയിം ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു. ഞങ്ങൾ കുട്ടികൾക്കും യുവജനങ്ങൾക്കും ഇതിനെക്കുറിച്ച് അറിയാൻ വളരെ ആകാംക്ഷയുണ്ട്. സോ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാമോ? ഈ വീഡിയോ ഗെയിമിന്റെ പേര് റേസ് ടു ഗ്രേസ് എന്നാണ്. ഇതൊരു ക്രിസ്ത്യൻ വീഡിയോ ഗെയിമാണ്. നമ്മളിത് പെയ്ഡ് വെർഷന്റെ അതേ ക്വാളിറ്റിയിലാണ് നമ്മൾ ഈ വീഡിയോ ഗെയിം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് കുട്ടികൾക്കും യുവതലമുറയ്ക്കും വളരെ ആസ്വാദകരമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും ഈ വീഡിയോ ഗെയിം കളിക്കുമ്പോൾ. അച്ഛാ, എന്താണ് ഈ പേരിന്റെയും ഈ ഗെയിമിന്റെയും പ്രത്യേകതകൾ? ഈ ഗെയിമിന്റെ പേരിന്റെ തന്നെ പ്രത്യേകത അത് അച്ഛൻ പറഞ്ഞ പോലെ റേസ് ടു ഗ്രേസ് എന്നാണ്. റേസ് ടു ഗ്രേസ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതമാകുന്ന റേസിന്റെ കൂടെ ഒരു ജി, അതായത് ഗോഡ്, ദൈവം നമ്മോട് ഒത്തുചേരുമ്പോൾ അതൊരു ഗ്രേസ് ആയി, ദൈവകൃപയായി മാറുന്നു. അതുപോലെ തന്നെ ഗെയിമിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് മറ്റ് ഗെയിമുകളെ പോലെ വീണ്ടും വീണ്ടും അത് കളിക്കാനുള്ള ഒരവസരമായിരിക്കില്ല. പക്ഷേ ഇതൊരു ബൈബിൾ സ്റ്റോറി ബേസ്ഡ് അല്ലെങ്കിൽ ബൈബിൾ കഥകളെ അപേക്ഷിച്ചുള്ള ഒരു ഗെയിമാണ്. അതുകൊണ്ട് തന്നെ പുറകോട്ട് വരാനായിട്ടുള്ള സാധ്യതയോ അതോ വീണ്ടും വീണ്ടും അത് തന്നെ കളിക്കേണ്ട ഒരു സാഹചര്യം നമുക്കില്ല. പുതിയ പുതിയ ഗെയിമിന്റെ ഓരോരോ ലെവലുകളിലേക്ക് നമുക്ക് പോകുവാനും അതോടൊപ്പം 5 രീതിയിലുള്ള റേസുകളാണ് ഈ ഗെയിമിൽ അവർക്ക് കംപ്ലീറ്റ് ചെയ്യുവാനായിട്ടുള്ളത്. അത് കുട്ടികൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കളിക്കുവാനും അതോടൊപ്പം ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈശോയോട് ചേർന്ന് ദൈവവചനങ്ങളോട് ചേർന്ന് വളരുവാനുമായിട്ടുള്ള ഒരു സാഹചര്യമാണ് നമ്മൾ ഈ ഗെയിമിലൂടെ ഒരുക്കിയിരിക്കുന്നത്. അച്ഛാ, എങ്ങനെയാണ് ഈ വീഡിയോ ഗെയിം എന്നുള്ള ഒരു ആശയത്തിലേക്ക് എത്തിച്ചേർന്നത്? വീഡിയോ ഗെയിം തുടങ്ങുക എന്നുള്ളതായിരുന്നില്ല ഞങ്ങളുടെ ആദ്യത്തെ തീരുമാനം. നമുക്ക് കുട്ടികളെയും യുവജനങ്ങളെയും എപ്രകാരം ഈശോയിലേക്കും അതുപോലെ തന്നെ ബേസിക് കാറ്റഗിസത്തിലേക്കും നയിക്കുവാൻ സാധിക്കും, അതിനുവേണ്ടിയുള്ള ഒരു മാർഗം എന്താണ് എന്നതാണ് ഞങ്ങളുടെ പ്രൊവിൻസിലെ കമ്മ്യൂണിക്കേഷൻ ടീമിനോട് ചിന്തിക്കുവാനായിട്ട് ഞങ്ങൾ പറഞ്ഞത്. അപ്പോൾ അവർ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു, ഇതിനെക്കുറിച്ച് പഠനം നടത്തി. അതിനുശേഷമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും എന്ന് പറഞ്ഞാൽ യുവതലമുറയ്ക്കും താല്പര്യമുള്ള രീതിയിൽ ഒരു വീഡിയോ ഗെയിം ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്ക് അത് കളിക്കുവാനും അതോടൊപ്പം തന്നെ ദൈവവചനം കൂടുതൽ അറിയുവാനും കാറ്റഗിസം കൂടുതൽ മനസ്സിലാക്കുവാനും സാധിക്കുമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ടീം വന്നത്. അച്ഛാ, വീഡിയോ ഗെയിം എന്നുള്ള ഒരു ആശയത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള പ്രചോദനം എന്തായിരുന്നു? അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ ആദ്യത്തെ ഒരു കൺസേൺ ഒരിക്കലും വീഡിയോ ഗെയിം അല്ലായിരുന്നു. പക്ഷേ കുട്ടികൾക്കും യുവതലമുറയ്ക്കും എങ്ങനെ നമുക്ക് ബൈബിൾ വചനങ്ങൾ അല്ലെങ്കിൽ കാറ്റഗിസത്തെ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ പ്രസന്റ് ചെയ്യാം എന്നുള്ളതായിരുന്നു. അതിനായിട്ട് ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ടീം കൂടുതൽ ഇതിനെക്കുറിച്ച് പഠിക്കുകയും കുട്ടികൾക്കും യുവതലമുറയ്ക്കും ഏറ്റവും ഇഷ്ടമുള്ള രീതി എന്താണെന്ന് കണ്ടെത്തുവാനുമായിട്ടാണ് പരിശ്രമിച്ചത്. അതിന്റെ ഫലമായിട്ട് ഞങ്ങൾ കണ്ടെത്തിയത് ഏറ്റവും കൂടുതൽ സമയം അവർ ചെലവഴിക്കുന്നത് മൊബൈലുകളിലും അല്ലെങ്കിൽ സ്ക്രീൻ ഗെയിംസുകളിലുമാണ് എന്നാണ്. അപ്പോൾ അതെങ്ങനെ ഒരു പോസിറ്റീവ്, ഒരു അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ എങ്ങനെ വളർത്തിയെടുക്കാമെന്ന് ഞങ്ങൾ ആലോചിക്കുകയും അതിന്റെ ഫലമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊരു ഗെയിമിന്റെ ഒരു രീതിയിൽ ദൈവവചനത്തെ അല്ലെങ്കിൽ ബൈബിൾ സ്റ്റോറികളെ പ്രസന്റ് ചെയ്യാം എന്നുദ്ദേശിച്ചത്. അച്ഛാ, നമ്മൾ പലപ്പോഴും ഫോണുമായിട്ട് ഗെയിംസുമായിട്ട് പലപ്പോഴും കുട്ടികൾ ശരിക്കും അഡിക്റ്റ് ആകാറുണ്ട്. ലൈക്ക് ഇങ്ങനെ ന്യൂസ് കേൾക്കാറുണ്ടല്ലോ. അതായത് ഈ ഗെയിമുമായിട്ടും കുട്ടികൾ അഡിക്റ്റ് ആകാൻ സാധ്യതയില്ലേ? ഇത് തന്നെയായിരുന്നു ഞങ്ങളുടെയും ഒരു വലിയ കൺസേൺ. ഈ ഗെയിം ഉണ്ടാക്കിയിരിക്കുന്നത് കുട്ടികളെയും അതുപോലെ തന്നെ യുവതലമുറയും കൂടുതലായിട്ട് ബൈബിളിനോട്, ബൈബിൾ സ്റ്റോറീസിനോട് അതോടൊപ്പം തന്നെ കാറ്റഗിസത്തോട് അടുപ്പിക്കുവാനും ഈ ഗെയിമിലൂടെ കൂടുതൽ ദൈവവചനം പഠിക്കുവാനും അതുപോലെ തന്നെ കാറ്റഗിസം പഠിക്കുവാനുമുള്ള ഒരു അവസരം ഉണ്ടാക്കുവാൻ വേണ്ടിയാണ്. ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ടീം ഇപ്രകാരം അഡിക്റ്റഡ് ആകാതെ എപ്രകാരം ഈ ഗെയിം കളിക്കാം എന്നുള്ള രീതിയിൽ
അതിനുവേണ്ട പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ട് എന്നതാണ് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. എന്തൊക്കെയാണ് ഈ കുട്ടികൾ ഗെയിം കളിച്ച് അഡിക്റ്റ് ആകാതിരിക്കാൻ എടുത്തിരുന്ന പ്രിക്കോഷൻസ്? നമ്മൾ കുട്ടികളെ അഡിക്റ്റ് ആകാതിരിക്കാനായിട്ട് നമ്മൾ ഈ ഗെയിമിൽ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ ആ ഗെയിമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗെയിം കുറച്ചു നേരം കളിക്കുകയാണെങ്കിൽ ആ ഗെയിമിൻ്റെ ഒരു ഓപ്ഷനായ എനർജി ലെവലുണ്ട്. ആ ഗെയിമിൻ്റെ എനർജി ലെവൽ കുറഞ്ഞു വരികയും അത് കഴിഞ്ഞ് വീണ്ടും എനർജി ഉള്ളപ്പോഴേ അവർക്ക് കളിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ കുറച്ചു നേരം അവർ കളിച്ചു കഴിയുമ്പോൾ ആ എനർജി കുറഞ്ഞു വന്നു കഴിഞ്ഞതിന് ശേഷം അവർ ആ ഗെയിമിൽ നിന്ന് എക്സിറ്റ് ആവുകയാണെങ്കിൽ, കുറച്ച് ഗ്യാപ്പ് ഇടുകയാണെങ്കിൽ വീണ്ടും അവർക്ക് എനർജി കൂടുകയും വീണ്ടും കളിക്കുവാനുള്ള അവസരം ഉണ്ടാകുന്നതുമാണ്. ഇതുമൂലം കുട്ടികൾ തന്നെ ഈ ഗെയിമിൽ നിന്ന് ആ എനർജി ലെവൽ കുറഞ്ഞു വരുമ്പോൾ അവർ തന്നെ ഗെയിമിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് മറ്റു കാര്യങ്ങളിൽ ഇൻവോൾവ് ആകാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ റേസ് ടു ഗ്രേസ് എന്ന് പറയുന്ന ഈ ഗെയിം കളിച്ചു തീർക്കുന്നവർക്ക് വല്ല സമ്മാനങ്ങളുണ്ടോ? തീർച്ചയായും സമ്മാനങ്ങളുണ്ട്. പക്ഷേ ഗെയിം കളിച്ച് തീർക്കുന്നവർക്കല്ല, ഗെയിം കളിച്ച് തീർത്ത് ഈ ഗെയിമിനോടനുബന്ധിച്ച് നടത്തുന്ന ബൈബിൾ ക്വിസിൽ, അതായത് ഈ ഗെയിമിലൂടെ പരിചയപ്പെട്ട ബൈബിൾ വചനങ്ങളെ ആസ്പദമാക്കി നമ്മൾ നടത്തുന്ന ഒരു ബൈബിൾ ക്വിസ് ഉണ്ട്. ആ ക്വിസിൽ ജയിക്കുന്നവർക്ക് വളരെ വിലയേറിയ ക്യാഷ് അവാർഡുകൾ നമ്മുടെ സാബു അച്ഛൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നത് 1,00,000 രൂപയാണ്. സെക്കൻഡ് പ്രൈസ് 50,000, അതുപോലെ തേർഡ് പ്രൈസ് 25,000 വെച്ച് നമ്മൾ 3 വിജയികൾക്കാണ് നൽകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. താങ്ക് യു ഡിയർ ഫാദേഴ്സ്. കൂടുതൽ കാര്യങ്ങൾ ഈ ഗെയിമിനെ കുറിച്ച് അറിയാൻ പറ്റി. ആൻഡ് നെക്സ്റ്റ് ഓഡിയൻസ്, നമ്മൾ ഇനി എന്നാ ചെയ്യണ്ടേ? ഇനി കാറ്റിസം പഠിക്കുക, ബൈബിൾ പഠിക്കുക, അതിനോടൊപ്പം തന്നെ പ്രൈസുകളും മേടിക്കുക. റേസ് ടു ഗ്രേസ്. ചരിത്രത്തിലാദ്യമായി നമ്മുടെ കുട്ടികളെയും യുവജനങ്ങളെയും ബൈബിൾ പഠിപ്പിക്കുവാനും അതിന് പ്രോത്സാഹിപ്പിക്കുവാനും ദൈവവചനത്തിലൂടെ അവരുടെ ഹൃദയങ്ങളെ ക്രിസ്തുവിനോടുള്ള സ്നേഹത്താൽ ജ്വലിപ്പിക്കുവാനുമായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഏറ്റവും മികച്ച ടെക്നോളജികൾ ഉപയോഗിച്ച് ഒരു 3D വീഡിയോ ഗെയിം നമ്മുടെ ക്ലറേഷൻ മിഷണറി വൈദികർ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുകയാണ്. ഈ വർഷം 2024 ഡിസംബർ 22 മുതൽ റേസ് ടു ഗ്രേസ് എന്ന ഗെയിം ഒരു വർഷത്തിനുള്ളിൽ കളിച്ച് വിജയികളാകുന്നവർക്ക് ഈ ഗെയിമിലൂടെ പരിചയപ്പെട്ട ബൈബിൾ വചനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ബൈബിൾ ക്വിസിൽ പങ്കെടുക്കുവാനും അതിൽ വിജയികളാകുന്നവർക്ക് വലിയ ക്യാഷ് അവാർഡുകൾ ലഭിക്കുന്നതാണ് എന്നുള്ള സന്തോഷ വാർത്തയും വളരെ സ്നേഹപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു. ഡേവിഡ് ക്രിസ്തുവിന്റെ ആശയങ്ങളെയും വിശ്വാസങ്ങളെയും പിന്തുടരുന്ന ഒരുവൻ. ഡേവിഡിന് ആകെ ഒരു ആഗ്രഹമേ ഉള്ളൂ, ക്രിസ്തുവിനെ നേരിട്ട് കാണുവാനും നേരിട്ട് അറിയുവാനും. അതിനായി അവൻ രാപ്പകലില്ലാതെ പരിശ്രമിച്ചു. പരിശ്രമങ്ങൾ വിഫലമായപ്പോൾ അവൻ യേശുവിനെ ആശ്രയിച്ചു. സമയത്തെ നിയന്ത്രിക്കുക എന്നതായിരുന്നു ഡേവിഡിന്റെ ലക്ഷ്യം. നിരവധി പരിശ്രമങ്ങൾക്ക് ശേഷം അവൻ അവന്റെ വിജയത്തിലേക്ക് എത്തി. ഡേവിഡ് ടൈം മെഷീൻ നിർമ്മിച്ചു. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും റേസ് ടു ഗ്രേസ് കളിക്കും. വിജയികളാകും, ക്രിസ്തു പങ്കെടുക്കൂ, അതിലൂടെ ക്രിസ്തുവിനെ അറിയൂ, ക്യാഷ് അവാർഡുകൾ കരസ്ഥമാക്കും. Save the date and wait till December 22nd, 2024 to play Race to Grace.